വിക്രമാദിത്യവേതാളം വിടുമർത്യ മനസ്സിന്റെ വാഗ്വാദം ഗർജിക്കും സിംഹം പോ കുതിക്കുന്നു വിക്രമാദിത്യൻ. മരണനൂൽ പല വീതി മുന്നിലായി ഗുപ്ത സാമ്രാജ്യ നായകൻ വക്രവേതാള ചോദ്യശരവുമായി മാറ്റുരയ്ക്കുന്നു മന്നവൻ. ഭയം തീണ്ടും നിമിഷമതൊന്നിൽ ശരവേഗം നെയ്യിൽ കയറും ചുഴലക്കള ഭീകരസത്വം വേതാളം. ജനിമരണമതില്ല ഇവനോ കുലമഹിമകളേതും പുച്ഛം അറിവുകൾ അതിൽ എന്നും കേമൻ. വേതാളം വേതാളം ആറാം നൂറ്റാണ്ടിൽ സി 375 തുടങ്ങി 415 CE വരെയുള്ള ഗുപ്ത സാമ്രാജ്യത്തിലെ സമുദ്രഗുപ്തന് ശേഷം ചന്ദ്രഗുപ്തൻ രണ്ടാമൻ എന്നറിയപ്പെട്ടിരുന്ന രാജാവായിരുന്നു വിക്രമാദിത്യൻ. അദ്ദേഹത്തിന്റെ സദസ്സിലെ നവരത്നങ്ങളിൽപ്പെട്ടവരായിരുന്നു കാളിദാസൻ, വരാഹമിഹിരൻ, അമരസിംഹൻ എന്നിവർ. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തെ ഗുപ്തരാജവംശത്തിന്റെ സുവർണകാലം എന്നറിയപ്പെട്ടിരുന്നു. അവന്തി എന്നറിയപ്പെട്ടിരുന്ന രാജ്യത്തിന്റെ തലസ്ഥാനം ഉജ്ജയിനിയായിരുന്നു. ഗുജറാത്ത്, മാൽവ, ഉജ്ജയിനി എന്നീ സ്ഥലങ്ങൾ ചേർന്നതായിരുന്നു അവന്തി. ഒരിക്കൽ ആ രാജ്യത്ത് വരൾച്ചയുണ്ടായി. അതിനെ അതിജീവിക്കുന്നതിന് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രാജാവ് ഒരു യാഗം നടത്തി. എന്നാൽ ചതിയനായ തന്ത്രി ആ യാഗത്തിന് ഒരു വേതാളത്തിന്റെ സാന്നിധ്യം ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അതിനെ കൊണ്ടുവരുന്നതിനായി രാജാവിനെ തന്നെ നിയോഗിക്കുകയും ചെയ്തു. അല്ല, നമ്മുടെ വിക്രമാദിത്യ മഹാരാജാവല്ലേ വരുന്നത്? വരട്ടെ. ഹേയ് വേതാളമേ, ഞാൻ വിക്രമാദിത്യ മഹാരാജാവാണ്. നമ്മുടെ അവന്തി രാജ്യത്ത് വരൾച്ച ബാധിച്ചിരിക്കുകയാണ്. അത് തടയുവാൻ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഒരു യാഗം നടത്തുകയാണ്. ആ യാഗത്തിന് ഒരു വേതാളത്തിന്റെ സാന്നിധ്യം ആവശ്യമാണ്. അത് സത്യമാണ് വേതാളം. നമുക്കും നമ്മുടെ രാജ്യത്തിനും നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ ധൈര്യം അപാരം തന്നെ. എന്നെ ക്ഷണിച്ചതിന് നന്ദിയുണ്ട്. ഞാൻ വരാനും തയ്യാറാണ്. പക്ഷേ ഒരു വ്യവസ്ഥ. ഞാൻ നിങ്ങളോട് പറയുന്ന ചില കഥകളിലെ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകണം. നിങ്ങൾ ഏതെങ്കിലും ചോദ്യത്തിന് ഉത്തരം തെറ്റായി നൽകിയാൽ ഈ വേതാളം അങ്ങയുടെ ശവവുമായി ഈ മരത്തിലേക്ക് വരും. സമ്മതിച്ചോ? ശരി, ഞാൻ സമ്മതിച്ചു. വരൂ, നമുക്ക് പോവാം. നിനക്ക് നമ്മുടെ തോളിൽ കയറിയിരിക്കാം. നമുക്ക് സൂര്യോദയത്തിന് മുമ്പ് അവന്തിയിൽ എത്തിച്ചേരണം. ഞാനിതാ കയറി കഴിഞ്ഞു. നമുക്ക് കഥകൾ പറഞ്ഞ് മുന്നോട്ട് നീങ്ങാം. ശരി.
ഒരിടത്തൊരിടത്തൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം നല്ല ജനക്ഷേമ തൽപരനായിരുന്നു. ജനങ്ങൾക്കും അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു. ആര് തെറ്റ് ചെയ്താലും മുഖം നോക്കാതെ അദ്ദേഹം ശിക്ഷിച്ചിരിക്കും. ഓ, ഈ രാജാവ് സ്വന്തം രാജ്യത്തിനെതിരെ സംസാരിച്ചതിന് മന്ത്രിയുടെ മകനെ തടവിലാക്കി. ആ രാജാവിന് അതിസുന്ദരിയായൊരു മകളുണ്ടായിരുന്നു. ഒരിക്കൽ അവൾ തോഴിമാരുമായി കാട്ടിലെ വനദുർഗാ ക്ഷേത്രത്തിലെ ഉത്സവം കണ്ടു മടങ്ങുമ്പോൾ രാജ്യത്ത് രാജകുമാരനും കൂട്ടുകാരും കുതിരപ്പുറത്ത് വേഷം മാറി വന്ന് അവളെ അപഹരിച്ചു കൊണ്ടുപോയി. എന്നാൽ ആ രാജ്യത്തെ സൈന്യാധിപന്റെ മകൻ ഇത് കാണുകയുണ്ടായി. ആരെങ്കിലും രക്ഷിക്കൂ! രക്ഷിക്കൂ! എന്നെ രക്ഷിക്കൂ! എന്നെ രക്ഷിക്കൂ! രക്ഷിക്കൂ! ഒന്നൊന്നായി ആക്രമിക്കുകയും കീഴടക്കുകയും ചെയ്തു. അയാൾ രാജകുമാരിയെ കൊട്ടാരത്തിലേക്ക് തിരികെ എത്തിച്ചു. വളരെ നന്ദിയുണ്ട്. നമസ്തേ. നടന്ന സംഭവങ്ങൾ രാജാവ് അറിഞ്ഞപ്പോൾ പ്രജകളെ എല്ലാം വിളിച്ചു വരുത്തി ഒരു പ്രഖ്യാപനം നടത്തി.
രാജ്യദ്രോഹത്തിന് എന്നിൽ നിന്ന് യാതൊരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ടതില്ല. ഈ യോദ്ധാവിന് നമ്മുടെ രാജ്യത്തിന്റെ പകുതി നൽകുവാൻ, കുമാരിയെ രക്ഷിച്ചതിനാൽ നമ്മുടെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുവാൻ നാം തീരുമാനിച്ചു കഴിഞ്ഞു. ഈ തീരുമാനം കേട്ട് ആകെ ഞെട്ടിത്തരിച്ചു പോയി രാജകുമാരി. ഈ യോദ്ധാവിനെ കണ്ട് ഓരോ പ്രജകളും പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ അയൽ രാജ്യത്തിന്റെ പ്രവർത്തികൾ അതിരുകടക്കുന്നതായി തോന്നിയാൽ സൈനിക നീക്കത്തിന് പോലും നാം മടിക്കില്ലെന്ന് നിങ്ങളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. കുമാരിയെ ആശ്വസിപ്പിക്കാനെത്തിയ മഹാറാണി അവളുടെ പ്രണയത്തെക്കുറിച്ച് രാജാവിനോട് പറയാൻ തീരുമാനിച്ചു. കരയാതെ, ഞാൻ എല്ലാം തിരുമനസിനോട് പറയാം. നന്നായി വരും. കുമാരി സമാധാനിക്കുക. എന്തുകൊണ്ടാണ് ദേവി ഇങ്ങനെ വ്യാകുല ചിത്തയായിരിക്കുന്നത്? അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ സംഭവിച്ചാൽ അത് നമ്മുടെ കുമാരിയുടെ ജീവിതത്തിൽ തീരാ ദുഃഖങ്ങൾ ഉണ്ടാക്കും. അവളുടെ സന്തോഷമല്ലേ നമ്മൾ എന്നും ആഗ്രഹിക്കേണ്ടത്? എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ ദേവി. ദയവ് ചെയ്ത് വ്യക്തമായി പറയൂ നമ്മോട്. കുമാരിക്കൊരു പ്രണയമുണ്ട്. എന്റെ രാഗദേവനല്ലേ, കാമദേവനല്ലേ, ഇന്നിൻ മൗനഗാനമല്ലേ. നാദരൂപനല്ലേ, എന്റെ രാഗദേവനല്ലേ, കാമദേവനല്ലേ,
കുമാരി, കുമാരി, ഈ സമയത്ത് എന്തിനാണ് ഇവിടേക്ക് വന്നത്? മാതാശ്രീ, ഞാൻ കുറച്ച് പൂക്കൾ പറിക്കുന്നതിനായി ഉദ്യാനത്തിലേക്ക് വന്നതാ. എനിക്കിതൊക്കെ മനസ്സിലാകും. നുണ പറയാൻ നിനക്കറിയില്ല. അത് മാതാശ്രീ പറഞ്ഞത് സത്യമാണ്. ഞാൻ ആ മന്ത്രികുമാരനെ കാണാൻ വന്നതാ. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. അദ്ദേഹം നിരപരാധിയാണ് മാതാശ്രീ. എത്രയും വേഗം അദ്ദേഹത്തെ മോചിപ്പിക്കണം. അദ്ദേഹത്തെ മോചിപ്പിച്ചതിന് ശേഷം ഞങ്ങളുടെ വിവാഹം നടത്തിത്തരണം. ഒരുപാട് വളർന്നിരിക്കുന്നു കുമാരി. മോചിപ്പിക്കുന്നതിനെ കുറിച്ച് തിരുമനസിനോട് പറയാൻ ഞാൻ ആളല്ല. ഞാൻ അദ്ദേഹത്തെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ല എന്ന് സത്യം ചെയ്തു പോയി. എന്നോട് ക്ഷമിക്കൂ മാതാശ്രീ. അപ്പോ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവളെ വിവാഹം കഴിപ്പിക്കുന്നതല്ലേ നല്ലത്? എന്നോട് പറയൂ മഹാരാജാവേ, അങ്ങായിരുന്നു ആ രാജാവെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? പറയൂ പറയൂ പറയൂ. ഇതൊരു രാജാവിനെ വളരെ അസ്വസ്ഥമാക്കുന്ന സാഹചര്യമാണ്. ഒരു വശത്ത് അദ്ദേഹം തന്റെ രാജകുമാരിയെ സന്തോഷിപ്പിക്കണം, മറുവശത്ത് അദ്ദേഹം തന്റെ വാക്ക് പാലിക്കണം. പറഞ്ഞതുപോലെ രാജ്യത്തിന്റെ പകുതി യോദ്ധാവിന് നൽകണം. മകളുടെ വാക്കിന് വിവാഹകാര്യത്തിൽ പ്രാധാന്യമുണ്ടെന്ന് ജനങ്ങളെ അറിയിക്കുകയും വേണം. അങ്ങനെ രാജകുമാരിയുടെ ആഗ്രഹം നിറവേറ്റണം. ഈ രാജ്യത്ത് സ്ത്രീകളുടെ വാക്കിനും തീരുമാനത്തിനും വിലയുണ്ടെന്ന് രാജാവിന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും കഴിയും. അതായത് അവൾക്കിഷ്ടമുള്ള വരനെ തന്നെ നൽകുകയും ജീവിതകാലം മുഴുവൻ അവൾ സന്തോഷത്തോടെ ജീവിക്കുവാൻ അവൾക്ക് അവസരം നൽകുകയും വേണം. അതല്ലേ രാജനീതി? എന്റെ മഹാരാജാവേ, അങ്ങൊരു ബുദ്ധിരാക്ഷസൻ തന്നെ. എനിക്ക് അങ്ങയുടെ രാജനീതി ശരിക്കും ഇഷ്ടപ്പെട്ടു. നടന്നോളൂ നടന്നോളൂ, ഞാൻ അങ്ങയോടൊപ്പമുണ്ട്. അടുത്ത കഥയിലേക്ക് പോയാലോ? ശരി, അങ്ങനെ ആവട്ടെ.